ഹായ് ഓൺ, കുറച്ചധികം നാളായിട്ട് നമ്മൾ ഇതേപോലെ വീഡിയോസ് കാര്യങ്ങളൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. കുറച്ച് ബിസി ഷെഡ്യൂൾ ആയിരുന്നു. എന്നിരുന്നാലും ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പെർട്ടിക്കുലർ റീസൺ ഉണ്ട്. നമുക്കറിയാം, ഡയറക്ട് സെല്ലിംഗ് മേഖലയിലുള്ള ഒരുപാട് ആളുകൾ വളരെ ഇന്നോവേറ്റീവ് ആയിട്ട്, വളരെ ആത്മാർത്ഥമായിട്ട്, വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരുപാട് നെറ്റ്വർക്കേഴ്സ് ആഗ്രഹിക്കുന്ന ഒരു ദിവസം അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഈ മാസം ഫെബ്രുവരി മാസം 19-ാം തീയതി നടക്കാൻ പോവാണ്. നമുക്കറിയാം, തിരുവനന്തപുരത്ത് വെച്ചിട്ട് ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് ഗവൺമെന്റ്. മോണിറ്ററിംഗ് മെക്കാനിസത്തിന്റെ ഇനാഗുറേഷൻ. സെൻട്രൽ ഗവൺമെന്റിന്റെ 2021 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഡയറക്ട് സെല്ലിംഗ് റൂൾ പ്രകാരമുള്ള കാര്യങ്ങൾ അതത് സംസ്ഥാന ഗവൺമെന്റുകൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഉള്ള ഒരു പ്രോഗ്രാം ആണ് ഈ ദിവസം നടക്കാൻ വേണ്ടി പോകുന്നത്, 19-ാം തീയതി. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും തന്നെ പങ്കെടുക്കുക, ആ ഒരു പ്രോഗ്രാമിനെ വിജയിപ്പിക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ലീഗലായിട്ട് പോകാൻ ആഗ്രഹിക്കുന്ന കമ്പനികൾക്ക് വളരെ നല്ലൊരു സമയമാണ് ഇനി വരാൻ വേണ്ടി പോകുന്നത്. ലീഗൽ ആൻഡ് എത്തിക്കലായിട്ട് എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്ത് പോകുന്ന കമ്പനികൾക്ക്. അതുപോലെ തന്നെ ഫേക്ക് ആയിട്ടുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് ലീഡേഴ്സിനെ ഒരു വലിയൊരു അടി കിട്ടുന്ന ഒരു സമയമാണ്. ഐ എം വെരി വെരി ഹാപ്പി ആ ഒരു കാര്യത്തിൽ. കാരണം ഒരുപാട് കംപ്ലൈന്റുകൾ കേൾക്കുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ അതിൽ ഹാപ്പിയാണെന്ന് പറഞ്ഞത്. അതായത് അവർക്കെതിരെ കൃത്യമായിട്ട് അച്ചടക്ക നടപടികളൊക്കെ എടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഇനി ഉണ്ടാവും. അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, നോർമൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണെങ്കിൽ പോലും പല രീതിയിലെ ഇഷ്യൂസ്, പല രീതിയിലെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. റൂൾസിന് എഗെയിൻസ്റ്റ് ആയിട്ടും കമ്പനിയുടെ ഒരുപാട് കാര്യങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടൊക്കെ. അപ്പൊ അത്തരത്തിലുള്ള ലീഡേഴ്സിനായിക്കോട്ടെ, സാധാരണ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനായിക്കോട്ടെ, കമ്പനികൾക്ക് നല്ല രീതിയിൽ പണിഷ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു സാഹചര്യവും. അതുപോലെ തന്നെ കമ്പനികൾ ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ഇല്ലീഗലോ അല്ലെങ്കിൽ റൂൾസിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്കെതിരെ ഗവൺമെന്റിന് ആക്ഷൻ എടുക്കാൻ വേണ്ടി പറ്റുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ പ്രൊഡക്റ്റ് ഓർ സർവീസ് അല്ലെ നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ള കാര്യമാണ്. അത് ഡീൽ ചെയ്യുന്ന വ്യക്തമായിട്ട് ഗവൺമെന്റിന്റെ വെബ്സൈറ്റിൽ രജിസ്ട്രേഷൻ ഒക്കെ ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകുന്ന കമ്പനികൾക്ക് മാത്രമേ ഈ കേരളത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ബാക്കിയുള്ള എല്ലാ കമ്പനികളെയും, എല്ലാ ഫേമുകളെയും, ബാക്കി എന്തൊക്കെ പ്രൊജക്ടുകൾ ഉണ്ടെങ്കിൽ പോലും അതിനൊക്കെ തടയിടുന്ന ഒരു സിറ്റുവേഷൻ ആണ് മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ എല്ലാവരും ഓർക്കുക. വളരെ സീരിയസ് ആയിട്ട് ഗവൺമെന്റ് തലത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. വളരെ സീരിയസ് ആയിട്ട് ഗവൺമെന്റ് ഈ ഒരു മേഖലയെ നോക്കിക്കാണുന്നുണ്ട്. ആ സമയത്ത് നമ്മളും സീരിയസ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരുപാട് ഉയരങ്ങളിലേക്കും ഒരുപാട് അച്ചീവ്മെന്റും നമുക്ക് എല്ലാവർക്കും നേടാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മളും വളരെ ഓപ്പണായിട്ട് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളും ട്രെയിനിങ്സ് കാര്യങ്ങളെല്ലാം തന്നെ ഒന്ന് പെൻഡിങ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, എൽബി ടോക്സിന്റെ ബാനറിൽ നമ്മുടെ ചാനലിൽ ഒരുപാട് ട്രെയിനിങ്സ് പ്രോഗ്രാം നടക്കാറുണ്ട്. അതൊക്കെ നമ്മൾ പെൻഡിങ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഇനാഗുറേഷൻ നടക്കട്ടെ, നടന്നു കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും ഒരു വ്യൂ ആവും, എല്ലാവർക്കും ഒരു പിക്ചർ കിട്ടും, എല്ലാവർക്കും ഒരു കോൺഫിഡൻസ് കിട്ടും. അതിനുശേഷം പിന്നെ വീണ്ടും ട്രെയിനിങ് മോഡ്യൂൾസ് കാര്യങ്ങളൊക്കെ എൽബി ടോക്സിന്റെ ബാനറിൽ ചെയ്യാം, അത് കണ്ടിന്യൂ ചെയ്ത് പോകാം എന്നുള്ള തീരുമാനത്തിലായിരുന്നു. അപ്പൊ ആ ദിവസം കൂടെയാണ് ഈ വരുന്ന 19-ാം തീയതിക്ക് ശേഷം നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. തീർച്ചയായിട്ടും 19-ാം തീയതിക്ക് ശേഷം എന്താണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, എന്താണ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ വളരെ വ്യക്തമായിട്ട്, വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പല രീതിയിലുള്ള സെഷനുകളും എൽബി ടോക്സിലൂടെ വീഡിയോസ് ആയിട്ടും പെയ്ഡ് ട്രെയിനിങ് ആയിട്ടും എല്ലാ രീതിയിലും നിങ്ങളിലേക്ക് എത്തുന്നുണ്ടാവും കേട്ടോ. അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഡിസ്ക്ലോസ് ചെയ്യാൻ അനുവാദമുള്ളൂ എന്നുള്ളതാണ് മറ്റൊരു കാര്യം. വേറൊന്നും കൊണ്ടല്ല, തീർച്ചയായിട്ടും ആ ഒരു പ്രോഗ്രാമിൽ ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറ്, അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ IAS ഉദ്യോഗസ്ഥര്, അതിന്റെ വകുപ്പ് തല മന്ത്രി ഇവരൊക്കെ പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗ് ആണ്. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് തന്നെ നമ്മൾ അതിന്റെ എല്ലാ രീതിയിലും അപ്ഡേഷനും കേൾക്കുക. അവിടുന്ന് ലൈവായിട്ട് കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യാനും എല്ലാത്തിനുള്ള അനുവാദം ഉണ്ടാവും. അതൊക്കെ പിന്നീട് പബ്ലിഷ് ചെയ്യാം നമുക്കല്ലേ. അപ്പോ അതിന് അവരെ അനുവദിക്കുക എന്നുള്ളത് ഒരു സ്പേസ് നമ്മൾ തീർച്ചയായിട്ടും കൊടുക്കേണ്ടതാണ്. ഒരുപാട് ഇൻഫർമേഷൻ അറിയാം, ഒരുപാട് കാര്യങ്ങൾ അറിയാമെങ്കിൽ പോലും ഈ ഒരു മേഖലയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പല ഉയർന്ന ഉദ്യോഗസ്ഥരോടും സംസാരിച്ച സമയത്ത് അവരുടെ കൂടെ ഒരു സജഷൻ ആയിരുന്നു, കൂടുതൽ കാര്യങ്ങളൊന്നും വെളിപ്പെടുത്തേണ്ട, എന്തായാലും കാര്യങ്ങളൊക്കെ നടക്കട്ടെ, ഉഷാറായിട്ട് കാര്യങ്ങളൊക്കെ നടക്കട്ടെ. എന്തായാലും ആ ഒരു റിക്വസ്റ്റിനെ മാനിച്ചുകൊണ്ട് എന്നാൽ പിന്നെ നിങ്ങൾ എല്ലാവരും ആ ഒരു പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക എന്നുള്ള ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ബാക്കിയൊക്കെ നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കി മുഖ്യമന്ത്രിയുടെ അടുത്തുനിന്നും അതുപോലെ തന്നെ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ ഉദ്യോഗസ്ഥരുടെ അടുത്തുനിന്നൊക്കെ അല്ലെങ്കിൽ അത് റെഗുലാറ്ററി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അതോറിറ്റീസിന്റെ അടുത്തുനിന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം, വ്യക്തമായിട്ട് കാര്യങ്ങൾ കേൾക്കാം. എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് 19-ാം തീയതി തിരിച്ചു വരാം. പുതിയൊരു നാളേക്കായിട്ട്, പുതിയൊരു പുതിയൊരു ബിസിനസ് മൊമെന്റത്തിനായിട്ട് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓൾ ദ വെരി ബെസ്റ്റ് ഓൾ നെറ്റ്വർക്കേഴ്സ്. ആൻഡ് ഞാൻ ഒന്നും കൂടെ ആ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങളെ എല്ലാവരും ഇൻവൈറ്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. ഇനി വരുന്ന ദിവസങ്ങളിൽ പുതിയ മോഡ്യൂൾസ് ആയിട്ട് കാണാം. താങ്ക് യു. ബൈ.